ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ The Inheritors, the Rightful Inheritors of the Earth എന്ന് പറയുന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Here we have a conversation, ഒരു സംഭാഷണമാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. സോ ആര് തമ്മിലാണ് കൺവേഴ്സേഷൻ നമുക്ക് നോക്കാം. യെസ്, ഓഫ് കോഴ്സ്. ഇവിടെ നോക്കൂ. In the story you can find the following exchanges between the author and his wife. Read the story again and complete the conversation between them. So നമ്മുടെ കഥയിൽ പറയുന്നുണ്ട് വൈക്കം മുഹമ്മദ് ബഷീർ എന്താണ് അദ്ദേഹത്തിന്റെ ഭാര്യയും തമ്മിലുള്ള സംഭാഷണമാണ്. നമുക്കറിയാം എലികളെ പറ്റിയും എലികളെ കൊല്ലുന്നതിനെ കുറിച്ചാണ് അവർ നമ്മൾ സംസാരിക്കുന്നത്. So here you have an activity. ഇവിടെ നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി ആയിട്ടാണ് തന്നിരിക്കുന്നത്. So how can you fill the answer here? എങ്ങനെ നമുക്ക് ഇവിടെ ഫിൽ ചെയ്യാൻ പറ്റും ഈ ഒരു ആൻസർ എന്നാണ് ചോദ്യം. ഓക്കെ, so what is the question here? അദ്ദേഹം പറയുന്നത് എന്താണ്? വൈക്കം മുഹമ്മദ് ബഷീർ ഇവിടെ പറയുന്നുണ്ട് we are the owners of this land. തീർച്ചയായിട്ടും നമ്മളാണ് ഈ ഭൂമിയുടെ എന്ത് ഓണേഴ്സ് അല്ലെ? നമ്മൾ എന്താണ് ആധികാരികമായിട്ട് നമ്മൾ ഓണേഴ്സ് തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും the birds, the bees, the reptiles, the insects to have a right to this land just as we have. അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്താണ് ഇവിടെ ജീവിക്കുന്ന എല്ലാ എലികൾക്കും പാറ്റകൾക്കും പട്ടിക്കും പൂച്ചയ്ക്കും ഒക്കെ എന്തുണ്ട്? ഇവിടെ എന്തുണ്ട്? നമ്മളെ പോലെ തന്നെ അവകാശമുണ്ടെന്നാണ് ആര് പറയുന്നത്? തീർച്ചയായിട്ടും എന്താണ് ബഷീർ പറയുന്നില്ലേ? പക്ഷെ അത് കഴിഞ്ഞ് നമുക്കറിയാം ബഷീറിന്റെ ഭാര്യ എന്താണ് മറുപടി പറയുന്നത് എന്നുള്ളത്. സോ യു ആർ സേയിങ് ദാറ്റ് rats also have the right as well as human. സോ നിങ്ങൾ അതാണ് പറയുന്നത്. എന്താണ് ഇപ്പൊ നമ്മൾ മനുഷ്യരെ പോലെ തന്നെ നമ്മളെ പോലെ തന്നെ അവകാശം ആർക്കുണ്ട്? എലികൾക്കുണ്ടെന്നാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ടിരുന്നത് ആര് പറയാണ്? ബഷീറിന്റെ ഭാര്യ പറയാല്ലേ? They don't think that we have any right. പക്ഷെ അവരെ പെരുമാറ്റം കണ്ടാലോ ഈ വീട്ടിലെ എലികളും പൂച്ചകളും പെരുമാറ്റം കണ്ടെന്ന് തോന്നും നമുക്കൊന്നും ഇവിടെ എന്തില്ല, ഒരു അവകാശവും ഇല്ല, നമ്മളിവിടെ എന്താണ് വലിഞ്ഞു കയറി വന്നതുപോലെയാണെന്ന് തോന്നുന്നുള്ളത് ബഷീറിന്റെ ഭാര്യ പറയാണ്. Now they want everyone as they want. നിങ്ങൾക്കറിയാം ഈ എലി എന്ത് ചെയ്യുന്നുണ്ട്? തോന്നി പോലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ സ്ഥലത്തും കയറി എന്ത് ചെയ്യുന്നുണ്ട്? നെരുങ്ങുന്നുണ്ട് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ I am going to kill them. തീർച്ചയായിട്ടും ഞാൻ എന്ത് ചെയ്യും? എല്ലാത്തിനും എന്ത് ചെയ്യും? വെട്ടിവെച്ച് കൊന്നാളും തച്ചു കൊന്നാളെന്നാണ് ആര് പറയുന്നത്? ഫാബി ബഷീറിനോട് പറയുന്നത് അല്ലേ? Now the next one it is. അപ്പൊ എന്താണ് ബഷീറിന്റെ ഭാര്യ എന്താ ആവശ്യപ്പെടുന്നത്? Let's buy a gun. നമുക്ക് എന്ത് വാങ്ങാം? ഒരു തോക്കിന്റെ ആവശ്യം നമുക്കുണ്ട്. Then we can shoot the bats. എന്ത് ചെയ്യാം? നമുക്ക് വവ്വാലുകൾ വെടിവെക്കാം. The foxes, കുറുക്കന്മാരെ വെടിവെക്കാം. And the cats with it. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ആനിമൽസിനൊക്കെ എന്ത് ചെയ്യാം? തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വെടിവെച്ച് തച്ചു കൊന്നാളെന്ന് പറയുന്നുണ്ട്. അപ്പൊ ബഷീറിന്റെ ഒരു റിപ്ലൈ എന്താണ്? Neither I want to kill the animals nor hurt them. അപ്പൊ ബഷീർ പറയുന്നത് എന്താണ്? നമ്മളെപ്പോലെ തന്നെ അവർക്കും എന്തുണ്ട്? അവകാശമുണ്ട് ഭൂമിയിൽ ജീവിക്കാൻ. എനിക്ക് എന്ത് വേണ്ട? Neither I want to kill the animals. എനിക്ക് ആനിമൽസിനെ കൊല്ലണം എന്നില്ല. No hurt them. അവരെന്ത് ചെയ്യണമെന്നില്ല, ഉപദ്രവിക്കണം എന്നില്ല. So I am not going to എന്താണ് kill them. ഞാൻ അവരെ ഉപദ്രവിക്കാനോ കൊല്ലാനോ ഞാനില്ല. So this is an important activity for our exam. നമ്മുടെ എക്സാമിന് വേണ്ടി വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റി ആണിത്. ഇതിന്റെ ഈ ഒരു ചാപ്റ്റർ നമുക്കറിയാം നമ്മൾ എന്ത് ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ അതേപോലെ തന്നെ ബാക്കിയുള്ള ഡിസ്കോഴ്സസ് ഒക്കെ എന്തായിരിക്കും? നമ്മൾ വരും വീഡിയോസിൽ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി അപ്ലോഡിംഗ് സൂൺ ആൻഡ് സോ. സോ പ്ലീസ് ഗോ ത്രൂ ദ കൺവർസേഷൻ, ബി വിത്ത് us. നമുക്ക് എന്തിന് ഒരുപാട് ചെയ്യാനുണ്ട്. സോ വിൽ മീറ്റ് വിത്ത് എ ന്യൂ കണ്ടന്റ്. താങ്ക് യു.